എല്ലാവരും വിളിച്ച് ഇറങ്ങി നോക്കുമ്പോൾ റൂമിൽ കയറി നോക്കുമ്പോൾ പഞ്ചസാരൊക്കെ ഇങ്ങനെ റോട്ട് കൂടാക്കി കൊണ്ടുപോയി. കാരക്കാമല മാങ്കാണി കുറിച്ച തറവാട്ടിലാണ് രാത്രി 10 മണിയോടെ കരടി എത്തിയത്. സ്റ്റോർ റൂമിന്റെ വാതിൽ തള്ളി തുറന്ന പഞ്ചസാര പാത്രം എടുത്തുകൊണ്ടുപോയി. ഈ പ്രദേശം എന്ന് വെച്ചാൽ ഞങ്ങളുടെ തറവാട്ടിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെ കരടി ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്ന ഇതൊക്കെ ദൃശ്യങ്ങളാണല്ലോ കാണുന്നത്. ആ ഒരു പേടിയാണ്ടാണ് ഇന്നലെ അല്ലെങ്കിൽ ഈ കോളനിയിലുള്ള എല്ലാവരും ഇവിടെ എത്തുമായിരുന്നു. കുറച്ചു മാറി സോമശേഖരന്റെ കടയിലെത്തിയ കരടി വാതിൽ പൊളിച്ച് അകത്ത് കയറി. കള്ളനാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുമായിരുന്നു. പക്ഷെ ഇതെന്താ അതിന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതിലാന്ന് തോന്നുന്നു. ആ കട്ട ഇളക്കിയിട്ടുണ്ട്, ഇത് ഇളക്കിയിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒക്കെ ഇത് പറ്റിയിട്ടുണ്ട്. പുലർച്ചെയോടെ പനമരം പുഴയോരത്തെ കടയിലെ CCTVയിലും കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. പനമരം പുഴയോരത്തെ കടയിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ കരടിയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. പുഴയോരത്തുകൂടി തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ 7-8 കിലോമീറ്റർ കൊണ്ട് വനമേഖലയെത്തും. അതുകൊണ്ട് തന്നെ കരടി വനത്തിലേക്ക് കയറുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വനം വകുപ്പ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.